ഓക്കെ, അപ്പോ നമസ്കാരം കൂട്ടുകാരെ. ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലായിട്ട് 2 കാര്യമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അയ്യപ്പൻ്റെ നൃത്തം, നിങ്ങൾ കറക്റ്റ് അത് ഭാരത നടനത്തിൽ ശാക്തേയ തലത്തിൽ കൊറിയോഗ്രാഫി ചെയ്ത് ഇച്ചിരി ചാടിയൊക്കെയാണ് ചെയ്തത്, സ്മൂത്തിലല്ല. അപ്പോൾ ഇവിടത്തേനും കാളും അത് തമിഴ്നാട്ടിൽ ഒരുപാട് ഇങ്ങനെ നല്ല രീതിക്ക് വ്യൂ പോയി, ഒരുപാട് ഫോളോവേഴ്സ് തമിഴ്നാട്ടിൽ നിന്ന് വന്നു. അതിൽ ഒരു ബ്രദറ്, അദ്ദേഹത്തിൻ്റെ പേര് സെൽവരാജ് എന്നാണ്, തിരുനെൽവേലിയിൽ നിന്നാണ്. ഭയങ്കര എടുത്ത് പറയാൻ പറഞ്ഞതാണ് കേട്ടോ. അതായത് അവരുടെ ആ സ്ഥലത്തു നിന്നും നിങ്ങൾ മലയാളി കുട്ടികളുടെ ആ നൃത്തം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതിനെയൊക്കെ കാളുപരി ഏറ്റവും പ്രധാന ആൾ വലിയൊരു വിജയ് ഫാനാണ്. അപ്പോൾ വിജയുടെ ഒരു സോങ് ആയിട്ട് സ്പോൺസർ ചെയ്ത് നിങ്ങൾക്ക് അപ്പടിപ്പോട് എന്ന ഡാൻസ് ഒറ്റ ടേക്കിലായിട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ ബ്രദറിന് നല്ലൊരു നന്ദി പറഞ്ഞേ. ரொம்ப നന്ദി. ഓക്കെ, നമുക്ക് അത്രയും അങ്ങോട്ട് തമിഴ് അറിയില്ലല്ലോ. പിന്നെ ഒന്ന് നമ്മുടെ സോന മോള് ജസ്റ്റ് പ്രാക്ടീസിന് വന്നതാണ്. അപ്പോഴേ പിടിച്ച് സോന മോളെ നമ്മുടെ അനാമികയ്ക്കൊപ്പം 2 സ്റ്റെപ്പ് ചെയ്യാനായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, സോന മോൾ എല്ലാം പഠിച്ചൊക്കെ വരുന്നേ ഉള്ളൂ. ഇവരുടെ അത്രയും റേഞ്ച് ഇല്ല. അല്പം തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം, മിക്കവാറും അനാമിക തോക്കും. സോനമോള് നിർത്താതെ ചെയ്യും. ഇപ്പോഴും എന്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ ഈ സ്റ്റെപ്പ്, ഇത് ഇങ്ങനെ അല്ലല്ലോ നേരത്തെ. അഥവാ അനാമിക അഥവാ മോക്ക് തെറ്റിപ്പോയാലേ കൈ എന്നിട്ട് ചെയ്താൽ മതി. സോന കറക്റ്റ് ചിലപ്പോ ചെയ്തു പോകും. ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോന കളിക്കുമ്പോ അപ്പൊ നമ്മുടെ നിത്യതയുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കും നൃത്തം സ്പോൺസർ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ താല്പര്യമുള്ളവർക്കെല്ലാം മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒറ്റ ടേക്കിലായിട്ട് കൃത്യം അരമണിക്കൂർ. ഡ്രസ്സിങ് എല്ലാം കൂടെ ഒരു 45 മിനിറ്റ് അല്ലേ വരൂ, 50 മിനിറ്റ് റേഞ്ചിലാണ് ഡ്രസ്സിങ്ങിനും കൂടെ എടുത്ത്. അപ്പൊ അരമണിക്കൂറിലെടുത്ത കൊറിയോഗ്രാഫിയാണ്. നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ കൂടി വിജയ് ഫാനായ തിരുനെൽവേലിയിലെ സെൽവരാജ് ബ്രദറിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സോനക്കുട്ടി എന്തെങ്കിലും പറയണ്ട? അയ്യോ ഇല്ല, ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, ആദ്യം ആരാ തുടങ്ങുന്ന മോളെ? ശരി. അപ്പൊ വളരെ മനോഹരമായിട്ട് വിജയ് അദ്ദേഹവും തൃശ്ശയൊക്കെ ചെയ്തൊരു നൃത്തം കേട്ടോ. പൊക്കോ പൊക്കോ. അല്ല, അതിൽ നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. മക്കളെ കൊണ്ട് ഒക്കുന്നതാണൊക്കെ ചെയ്യൂ. റെഡി? തൃശ്ശയല്ലേ? അല്ല, കേട്ടത് കൃഷി. റെഡി? ആരാ മോളെ സ്റ്റാർട്ടിങ് ആരാ? റെഡി? ഇടാണേ പാട്ട്. 1 2 3 സ്റ്റാർട്ട്. அப்படி போடு 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 அஸ்தி போடு கண்ணாலே, இப்படி போடு 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 இழுத்து போடு கையாலே. உன்னோட முருகத உப்பு மூட்டை எரிக்கிற, உன்னோட கண்ணபதி கண்ணாமூட்டி ஆடவர இந்த நட போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த நட போதுமா, இன்னும் கொஞ்சம் வேணுமா, அப்படி போடு 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 அஸ்தி போடு கண்ணாலே, இப்படி போடு 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 இழுத்து போடு கையாலே. நீ படுத்திரியே மெதுவாய கழுத்துல நீ மணத்திரியே, இது அதுதானா? உன்னோட கண்ணங்கடை கடி நான் கடிக்க, என்னோட காது பக்கம் செல்ல கடி நீ கடிக்க.
வயசு போதுமா இன்னும் கொஞ்சம் வேணுமா இந்த வயசு போதுமா இன்னும் கொஞ்சம் வேணுமா கபடி போட்டு 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 கபடி போட்டு கண்ணால முப்பத்தி போட்டு 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 இழுத்து போட்டு கையால வதங்க வைக்கிறியே இது சரிதானா சிக்க வைக்கிற தவக்க வைக்கிறியே நீ ஜோரா சொக்க வைக்கிற சொல்ல வைக்கிறியே நீ அழகா பத்த வைக்கிற பதற வைக்கிறியே இது முருதானா ஒத்த பார்வை நெஞ்சுக்குள்ள ஊசி நூலும் பொறுக்குதடி தெத்து பல்லு சிப்பிலெல்லாம் 10 நிலவு தெரிக்குதடி கை கைன்னு ஆடிக்கிட்டு உன்னோட நானு வர நை நைன்னு பேசிக்கிட்டு உன் கூட சேர்ந்து வர இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா அப்படி போடு 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 அஸ்தி போடு கண்ணாலே இப்படி போடு 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 இழுத்து போடு கையாலே உன்னோட ஊருக்கு உப்பு மூட்டை ஏறிக்கிற உன்னோட கண்ணை பத்தி கண்ணா மூட்டி ஆட வர இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா ഓക്കെ മക്കളെ, ശരിക്കും ഈ സോങ് അരമണിക്കൂർ സമയത്തിൽ ഇത്രയും ഒരു ടേക്കിലായിട്ട് ചെയ്യുന്ന നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. അത്ര സ്റ്റാമിന ആവുന്നതാണ് കേട്ടോ. അയ്യോ തകർന്നാ അല്ലേ? കുഴപ്പമില്ല, ചെറിയൊരിത്. ഓക്കെ. സോനമോളെ എന്താണ് പേടിച്ച് നിൽക്കുന്ന? അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സിദ്ധിമോൾക്ക് ഇച്ചിരി സുഖമില്ല. ശ്രീലക്ഷ്മി ഇന്ന് ഇച്ചിരി ഓഫീസിൽ നിന്ന് ലേറ്റായ കാരണം ശ്രീലക്ഷ്മിക്കും വരാൻ ഒത്തില്ല. ഇനി അതിനൊരു പരാതി വരും. അപ്പോൾ നല്ലതായിട്ട് റൊമ്പ അനങ്ങി ആടി നന്നായിട്ട് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ സെൽവരാജ് എന്ന ബ്രദറിന് എന്താ വിജയ് ഫാനായ ഞങ്ങളെല്ലാവരും ചേർന്ന് നല്ലൊരു നന്ദി പറഞ്ഞേ. ரொம்ப നന്ദി. ഓക്കെ, അഭിപ്രായം അറിയിക്കണമെന്ന് പറ. അതിങ്ങനെ തമിഴിൽ പറയും. അയ്യോ, സജഷൻ സൊല്ലുങ്കോ. സജഷൻ അല്ല, അഭിപ്രായത്തിന് വേറെന്തേലും ആയിരിക്കും. കുറച്ചൊക്കെ അറിയാം. ഇപ്പൊ എനിക്കൊന്നും വരുന്നില്ല. കുറച്ച് തമിഴ് അറിയാവുന്ന ഇപ്പൊ ഒന്നും അനങ്ങുന്നില്ല. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? നല്ല ഇருக்கு. അയ്യോ, നല്ലതായിരുന്നു ചേച്ചി. ഞാൻ നന്നായിട്ട് ചെയ്ത്. പിന്നെ ലാസ്റ്റ് പോർഷൻ ഞാൻ മീൻസ് സ്റ്റെപ്പ് ഇട്ട് വെച്ച് ഇടയ്ക്ക് മുറക്കായിട്ട് മാറ്റിയും തിരിച്ചും കളിക്കാന്ന് വിചാരിച്ചാൽ അതങ്ങനെ തന്നെ കളിച്ചു. അല്ലാണ്ട് തെറ്റിക്ക് അങ്ങനെ ഒന്നും ചെയ്തില്ല. പിന്നെ ഒരുപാട് നാളായി ഇങ്ങനത്തെ ഡാൻസ് ചെയ്തിട്ട്. അപ്പൊ പാട്ട് വന്നപ്പോ ആദ്യം ഒന്ന് ടെൻഷൻ വന്ന് എങ്ങനെ ചെയ്യും. അത് ഒരുപാട് നാളായില്ലേ കൂത്ത് രീതിയിൽ. അപ്പം അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കളിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നു. നല്ലതായിട്ട് തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? നല്ലായിരുന്നു ചേച്ചി, നല്ല പാട്ടായിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി ആത്മവിശ്വാസത്തോടെ കളിക്കാന്ന് കരുതി. പക്ഷെ നടന്നില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും സ്റ്റെപ്പ് മറന്നുപോയി. ഏത് എവിടെ എങ്ങനെ എല്ലാം മറന്നുപോയി. ഓക്കെ. അത് പിന്നെ ഈ സ്കേർട്ടും നല്ല നീളമുണ്ട്. ഇച്ചിരി നന്നായിട്ട് ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ. അതെ, എല്ലാവർക്കും എന്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ. ഓക്കെ. അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ? നല്ലായിരുന്നു. ഞാൻ നന്നായിട്ട് ചെയ്തു. അതെ നല്ലായിരുന്നു. ജനമോളുടെ ബാക്കിൽ എന്താ തേനീച്ച കൂടാ? കൊള്ളാലോ. ആ പൂവൊക്കെ വെച്ചേക്കുന്നുണ്ടോ താഴെ? അതിന് ഇവരെന്നെ കളിയാക്കി. ഞാൻ സൗന്ദര്യ സങ്കല്പമില്ല. അതെ കമന്റ് ബോക്സിൽ വരും. ജനയ്ക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള സൗന്ദര്യത്തിന്റെ ഇതുള്ളത്.
ആണ്. ഇടയ്ക്ക് ശിഷ്യ മനസ്സിലാവുന്നത് തെറ്റായിരുന്നു. അതെ, ചില സമയങ്ങൾ ഗുരുവിന്റെ വാക്ക് കേട്ട് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കും. അതെ, ഇതിനൊരു സൗന്ദര്യം ഉണ്ടില്ലേ? ആ തീർച്ചയായിട്ടും. അതെ അതെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ സൗന്ദര്യം ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാത്തിലും സൗന്ദര്യം. അതെല്ലാം പക്ഷെ കാണാനുള്ളൊരു കണ്ണൂടെ വേണം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ അനാമിക മോളെ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. രണ്ടും തെറ്റിച്ചു. അയ്യേ, ഈ ഞാൻ കേറുന്നതിന് ഞാൻ അഭിരാമിയുടെ മണ്ടയ്ക്ക് ഇടാൻ പോവാണ്. ഞാൻ കേറുന്നതിന് മുന്നേ പറഞ്ഞു, നിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണു വെച്ചായിരുന്നു കേട്ടോ, നല്ല കൊറിയോഗ്രാഫി എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു പോയി. അതിന് മുന്നേ വരെ എനിക്ക് കിട്ടുമായിരുന്നു. രണ്ടിലും തെറ്റിച്ച്. അതാണ് സങ്കടമുണ്ട്. പിന്നെ കുഴപ്പമില്ല, അവളുടെ മണ്ടയിൽ വെച്ച് കെട്ടാൻ പറ്റിയല്ലോ, അതിലൊരു സന്തോഷം. സോനമോളെ എങ്ങനെ ഉണ്ടായിരുന്നോ? കൊള്ളായിരുന്നു. ആ പറഞ്ഞോ, ഇഷ്ടപ്പെട്ടാ? ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? പാട്ട് കൊള്ളായിരുന്നു. പാട്ട് കൊള്ളായിരുന്നു, ഡാൻസ് കൊള്ളൂലായിരുന്നു. മോള് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തല്ലേ, നല്ലതായിട്ട്. ആ കുഴപ്പമില്ല, അങ്ങനെ ചെയ്തല്ലേ ഓക്കെ വരുന്നത്. ആ സോനെ കുറെ പേര് തിരക്കി, ഒരു പ്രാവശ്യം കണ്ടുള്ളൂ, പിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ ശരി. അപ്പം മക്കളെ, നമ്മുടെ നിത്യതയിലെ ഓൺലൈൻ ക്ലാസ്സുകൾക്കും നൃത്തം സ്പോൺസർ ചെയ്യാനുമായിട്ട് അനാമിക പൊക്കോ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നിത്യതയിലെ അധ്യാപകരും നിത്യതയിലെ ഏറ്റവും സീനിയർ മക്കളുമായ നിങ്ങളുടെ ഏവരുടെയും നിത്യതി മക്കള് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തും. അഭിപ്രായമൊക്കെ അറിയിക്കണം. പിന്നെ പ്രത്യേകിച്ചും സെൽവരാജ് ചേട്ടനോടായിട്ട് നിങ്ങൾ പ്രത്യേകം ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് ഇനിയും ഇതുപോലുള്ള പാട്ടുകൾ അതെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ മാക്സിമം അനങ്ങി ചെയ്യണേന്നൊക്കെ പറഞ്ഞു. പിന്നെ അരമണിക്കൂർ സമയത്ത് നമുക്ക് ഒക്കുന്നതിന്റെ മാക്സിമം ചെയ്തു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ലൊരു ടാറ്റ പറഞ്ഞോ. ടാറ്റയ്ക്ക് തമിഴ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ ടാറ്റ പറയാം. ടാറ്റയ്ക്ക് തമിഴ് ഉണ്ടോന്നാണ് ചോദിച്ചാ. ടാറ്റയ്ക്ക് തമിഴോ? ചേച്ചി നല്ല ടാറ്റ ഇംഗ്ലീഷ് ആണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതിന് തമിഴ്. എല്ലാ ഭാഷയിലും ടാറ്റയ്ക്ക് ടാറ്റ തന്നെ പറയാം.